നമസ്കാരം. CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KSRTCയുടെ പ്രീമിയം AC സൂപ്പർഫാസ്റ്റ് ബസ് സർവീസുകൾ മന്ത്രി കെ രാജൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ 7 കോടി 40 ലക്ഷം രൂപ വിനിയോഗിച്ച് ആരംഭിക്കുന്ന 33 kV സബ്സ്റ്റേഷന് 20 സെന്റ് ഭൂമി KSEBക്ക് കൈമാറി. വിവിധ കലാലയങ്ങളിലെ വിദ്യാർത്ഥികൾ സമാഹരിച്ച പുസ്തകങ്ങൾ ശേഖരിക്കുന്നു. പുസ്തകവണ്ടിയുടെ ഫ്ളാഗ് ഓഫ് മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ നിർവഹിച്ചു. വെട്ടുകാട് സെന്റ് ജോസഫ് പള്ളിയിലെ തിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. KSRTCയുടെ പ്രീമിയം AC സൂപ്പർഫാസ്റ്റ് ബസ് സർവീസുകൾ മന്ത്രി കെ രാജൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. KSRTCയുടെ പ്രീമിയം AC സൂപ്പർഫാസ്റ്റ് ബസ് സർവീസുകൾ റവന്യൂ മന്ത്രി കെ രാജൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. മികച്ച സൗകര്യങ്ങളോടെ KSRTC യാത്രയിൽ അതിന്റെ മുഖം മാറ്റുമ്പോൾ അതോടൊപ്പം KSRTCയുടെ അടിസ്ഥാന സൗകര്യങ്ങളിലും വലിയ മാറ്റമാണ് ഉണ്ടാകുന്നതെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ തൃശൂർ KSRTC ബസ് സ്റ്റാൻഡിനെ മുഖം മാറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പി ബാലചന്ദ്രൻ MLAയെ മന്ത്രി അനുമോദിച്ചു. KSRTC ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ പി ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. മേയർ നിജി ജസ്റ്റിൻ മുഖ്യാതിഥിയായി. ദൂരയാത്രകളിൽ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ AC, TV തുടങ്ങിയ മികച്ച സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് പ്രീമിയം AC സൂപ്പർഫാസ്റ്റ് ബസ്സുകൾ നിരത്തിലിറങ്ങുന്നത്. പാലക്കാട്, എറണാകുളം, ആലപ്പുഴ, എറണാകുളം, പാലക്കാട്, തിരുവനന്തപുരം, എറണാകുളം റൂട്ടിലാണ് ബസ്സുകൾ സർവീസ് നടത്തുക. മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ 7.40 കോടി രൂപ വിനിയോഗിച്ച് പുതിയ 33 kV സബ്സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിന് 20 സെന്റ് ഭൂമി KSEBക്ക് കൈമാറി. ലീസ് എഗ്രിമെന്റ് ആയതായി സേവ്യർ ചിറ്റിലപ്പള്ളി MLA അറിയിച്ചു. മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ 33 kV സബ്സ്റ്റേഷനും മെഡിക്കൽ കോളേജ് സെക്ഷൻ ഓഫീസും സ്ഥാപിക്കുന്നതിന് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ കൈവശമുള്ള 20 സെന്റ് ഭൂമി 1,02,516 രൂപ വാർഷിക പാട്ട നിരക്കിൽ 30 വർഷത്തേക്ക് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന് പാട്ടത്തിന് നൽകി റവന്യൂ വകുപ്പ് ഉത്തരവായിരുന്നു. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, KSEB തൃശൂർ ട്രാൻസ്മിഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജോഷി പി ചിറ്റിലപ്പള്ളി എന്നിവർ ലീസ് എഗ്രിമെന്റിൽ ഒപ്പുവെച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ടി മുരളി, ഡെപ്യൂട്ടി കളക്ടർ MC ജ്യോതി, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS ഇന്ദു, KSEB ട്രാൻസ്മിഷൻ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ കൃഷ്ണകുമാർ, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ രാധിക, ഡോക്ടർ C രവീന്ദ്രൻ, KSEB ട്രാൻസ്മിഷൻ ഡിവിഷൻ സബ് എഞ്ചിനീയർ KM ജിത്ത് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും മുണ്ടൂർ, അത്താണി, കിരാലൂർ, വേളക്കോട് വ്യവസായ മേഖലകളിലേക്കും ഗുണമേന്മയുള്ള വൈദ്യുതിയുടെ തടസ്സരഹിതമായ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനാണ് പുതിയ സബ്സ്റ്റേഷൻ നിർമ്മിക്കുന്നത്. 110 kV അത്താണി സബ്സ്റ്റേഷനിൽ നിന്നും വിദൂര നിയന്ത്രണ സംവിധാനത്തോടെ പ്രവർത്തിപ്പിക്കാവുന്ന 2 5 MVA ട്രാൻസ്ഫോമറുകൾ അടങ്ങിയ സബ്സ്റ്റേഷൻ, കൺട്രോൾ റൂം, EV ചാർജിംഗ് സ്റ്റേഷൻ, ഇലക്ട്രിക് സെക്ഷൻ ഓഫീസ് തുടങ്ങിയവ അടങ്ങിയ 7 കോടി 40 ലക്ഷം രൂപയുടെ പദ്ധതിക്കാണ് KSEB ഭരണാനുമതി നൽകിയത്. സബ്സ്റ്റേഷൻ കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലാണ് സെക്ഷൻ ഓഫീസ് വിഭാവനം ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ 33 kV സബ്സ്റ്റേഷനുള്ള ഭൂമിയുടെ ലീസ് എഗ്രിമെൻറ്റ് ഒപ്പിട്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പുതുതായി ആരംഭിച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ 33 kV സബ്സ്റ്റേഷൻ അനിവാര്യമാണ്. അപ്പോൾ 33 kV സബ്സ്റ്റേഷൻ ആവശ്യമായ 20 സെൻറ്റ് ഭൂമി പാട്ടവ്യവസ്ഥയിൽ KSEBക്ക് കൈമാറുന്നതിന് വേണ്ടി നേരത്തെ ഗവൺമെൻറ് ജിയോ ആയിരുന്നു. 1,02,516 രൂപ വാർഷിക പാട്ടവ്യവസ്ഥയിൽ 30 വർഷത്തേക്കാണ് 20 സെൻറ്റ് ഭൂമി KSEBക്ക് 33 kV സബ്സ്റ്റേഷനും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് ഇലക്ട്രിസിറ്റി ഓഫീസ് അതിനും ആവശ്യമായ രീതിയിൽ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. അവിടെ EV ചാർജിംഗ് സ്റ്റേഷൻ ഉൾപ്പെടെ അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് ഓഫീസ് സെക്ഷൻ ഓഫീസ്, മെഡിക്കൽ കോളേജിൻ്റെ സെക്ഷൻ ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നതിന് സഹായകരമായ രീതിയിലാണ് 7 കോടി 40 ലക്ഷം രൂപ KSEBയുടെ ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ അടിയന്തരമായി തന്നെ 33 kV സബ്സ്റ്റേഷൻ മെഡിക്കൽ കോളേജിൻ്റെ അനുവദിച്ച ഭൂമിക്കകത്ത് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് പോകുന്നത്.
ഇന്ന് ലീസ് എഗ്രിമെൻ്റ് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറും അതുപോലെ തന്നെ KSEB ഉദ്യോഗസ്ഥരും അതുപോലെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും സൂപ്രണ്ടും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ ഒപ്പുവച്ചിരിക്കുകയാണ്. അതിവേഗത്തിൽ നമുക്ക് AS ആയ 7,40,00,000 രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വേണ്ടി കഴിയും. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രി ശ്രീ K. കൃഷ്ണൻകുട്ടി അദ്ദേഹം നേരിട്ടെത്തി അതിൻ്റെ നിർമ്മാണോദ്ഘാടനം അടുത്ത ആഴ്ച തന്നെ നിർവഹിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മാതാപിതാക്കളുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് കുട്ടികളെ വിദ്യാഭ്യാസ കോഴ്സുകൾക്ക് ചേർക്കുന്ന രീതി ഒഴിവാക്കണമെന്നും കുട്ടികളുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് വിദ്യാഭ്യാസം നൽകുവാൻ ശ്രമിക്കണമെന്നും മന്ത്രി K. രാജൻ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് S. ശിവരാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കേരള ബ്രാഹ്മണ സഭ വൈസ് പ്രസിഡന്റും കല്യാൺ ജ്വല്ലേഴ്സ് മാനേജിംഗ് ഡയറക്ടറുമായ TS കല്യാണരാമൻ ആശംസകൾ നേർന്നു. കേരള ബ്രാഹ്മണ സഭ സംസ്ഥാന പ്രസിഡന്റ് H. ഗണേഷ്, വൈസ് പ്രസിഡന്റുമാരായ GK പ്രകാശ്, ഡോക്ടർ VP ബാലസുബ്രഹ്മണ്യൻ, മണി S. തിരുവല്ല, ജനറൽ സെക്രട്ടറി NR പരമേശ്വരൻ, സംസ്ഥാന ട്രഷറർ KR ജയരാമൻ, ജോയിന്റ് സെക്രട്ടറിമാരായ KN രവി, TR ഹരിഹരൻ, TS വിശ്വനാഥ അയ്യർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പൂർണിമ സുരേഷ്, VN വൈശാഖ്, VA കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ സെക്രട്ടറി മൂർത്തി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി TPN മൂർത്തി നന്ദിയും പറഞ്ഞു. അക്ഷരോന്നതി പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ വിവിധ കലാലയങ്ങളിലെ വിദ്യാർത്ഥികൾ സമാഹരിച്ച പുസ്തകങ്ങൾ ശേഖരിക്കുന്നതിനായുള്ള പുസ്തക വണ്ടിയുടെ ഫ്ളാഗ് ഓഫ് മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ നിർവഹിച്ചു. വായന സംസ്കാരം ശക്തിപ്പെടുത്തുകയും പുസ്തകങ്ങൾ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യണമെന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളുടെ സജീവ പങ്കാളിത്തത്തോടെയാണ് പുസ്തക സമാഹരണം നടത്തുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ D. സാജു, ഡെപ്യൂട്ടി ഡയറക്ടർ K. സിദ്ദിഖ്, ശ്രുതി ശിവൻ, വിജയഘോഷ് KG, രാം പാണ്ഡെ, രമ്യ PC, K. രഞ്ജിനി, ഷിൻഡോ ജോൺസൺ എന്നിവർ പങ്കെടുത്തു. അർഹതപ്പെട്ടവർക്ക് മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായം ലഭ്യമാക്കാൻ സഹായിക്കുമെന്ന് മന്ത്രി K. രാജൻ. ചികിത്സയുടെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായം ലഭ്യമാകാത്തവർക്ക് ബ്ലോക്ക് പഞ്ചായത്ത് നിർദ്ദേശിച്ചാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ സഹായം ലഭ്യമാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ മന്ത്രി എന്ന നിലയിൽ കൂടെയുണ്ടാകുമെന്ന് ഉറപ്പു നൽകി റവന്യൂ മന്ത്രി K. രാജൻ. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ പാലിയേറ്റീവ് കെയർ സ്നേഹസംഗമം 2026 ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഒല്ലൂർ മണ്ഡലത്തിൽ ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ നിലവിലുള്ള സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി 80 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ ഉൾപ്പെടുത്തി സൊസൈറ്റി രൂപീകരിച്ച് ആവശ്യമായ ചികിത്സാ സേവനങ്ങൾ സമയദൈർഘ്യമില്ലാതെ ലഭ്യമാക്കാൻ പുതിയ പദ്ധതി ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സമൂഹത്തിൽ പലവിധത്തിൽ പ്രയാസം അനുഭവിക്കുന്നവർക്കും പരസഹായത്താൽ മാത്രം ജീവിക്കാൻ കഴിയുന്നവർക്കും സാന്ത്വനവും പരിചരണവും നൽകി ജീവകാരുണ്യ പ്രവർത്തനമാണ് ജീവിത ലക്ഷ്യമെന്ന് കണക്കാക്കുന്നവരാണ് പാലിയേറ്റീവ് പ്രവർത്തകർ. അത്തരത്തിൽ വെള്ളാനിക്കര കുടുംബാരോഗ്യ കേന്ദ്രം പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ ഏറെ ശ്രദ്ധേയമായിട്ടുണ്ടെന്നും ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിലെ 4 പഞ്ചായത്തുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പാലിയേറ്റീവ് രംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയട്ടെയെന്നും മന്ത്രി ആശംസിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മാടക്കത്തറ വെസ്റ്റ് യൂണിറ്റ് 34ാം വാർഷികം പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് രവീന്ദ്രൻ പനയത്ത് അധ്യക്ഷത വഹിച്ചു. VN വിജയഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. PG ശാന്തകുമാരി അനുശോചന റിപ്പോർട്ട് അവതരിപ്പിച്ചു. PM രമേശ് ചന്ദ്രൻ വാർഷിക റിപ്പോർട്ടും V മോഹൻദാസ് വരവ് ചിലവ് കണക്കുകളും അവതരിപ്പിച്ചു. ഗോപിനാഥ മേനോൻ, CC രാമകൃഷ്ണൻ, VP അംബുജാക്ഷി, KR വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. PK തങ്കമണി നവാഗതരെ സ്വാഗതം ചെയ്തു. MM ബാബു സ്വാഗതവും VG പുഷ്കരൻ നന്ദിയും പറഞ്ഞു. എല്ലാവരും ഒരുമിച്ച് അവിടെ ഉണ്ടാവും. അവരുടെ സ്നേഹം കാണുമ്പോൾ നമുക്ക് സന്തോഷം. കാരണം എല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞ് സന്തോഷമായി പോകുന്ന കാണുമ്പോൾ നമുക്ക് സന്തോഷം. നമ്മുടെ പെൻഷൻസ് യൂണിറ്റ് ഈ മേഖലയിലെ ഏറ്റവും വലിയ സംഘടനയാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയൻ. ഈ സംഘടന പെൻഷൻ കിട്ടി പോന്നിട്ടുള്ള ആളുകളുടെ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പോരാടുന്ന ഒരു സംഘടനയാണ്. മറ്റ് പല സംഘടനകളും ഇപ്പോൾ കുറേശ്ശെ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒട്ടേറെ പ്രവർത്തനങ്ങൾ എനിക്ക് തന്നെ അറിയാം. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒട്ടേറെ ചെയ്യുന്ന സംഘടനയാണ്. മിക്കവാറും തന്നെ എല്ലാ മേഖലയിലും നന്നായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലയ്ക്ക് ഈ സമ്മേളനം അടിത്തട്ട് മുതൽ മുകളിൽ സമ്മേളനം, ബ്ലോക്ക് സമ്മേളനമുണ്ട്, ജില്ലാ സമ്മേളനം, സംസ്ഥാന സമ്മേളനം, അങ്ങനെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ഈ മേഖലയിലെ പെൻഷൻ കിട്ടിയ പെൻഷൻ ലഭിച്ച ശേഷം പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരിടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്
an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോട് കൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങനില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വെട്ടുകാട് സെന്റ് ജോസഫ് പള്ളിയിലെ വിശുദ്ധ യോസേഫ് പിതാവിന്റെയും പരിശുദ്ധ ദൈവമാതാവിന്റെയും വിശുദ്ധ സെബാസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ശനിയാഴ്ച രാവിലെ വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന, ഭവനങ്ങളിലേക്കുള്ള അമ്പ് എഴുന്നള്ളിക്കൽ എന്നിവ നടത്തി. വൈകിട്ട് 6 മണി മുതൽ വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ അമ്പ് പ്രദക്ഷിണം പള്ളിയിലെത്തി സമാപിച്ചു. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 6 മണിക്ക് നടത്തിയ വിശുദ്ധ കുർബാനയ്ക്ക് ഇടവക വികാരി ഫാദർ ബൈജു കാഞ്ഞിരത്തിങ്കൽ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് 10:30 നടത്തിയ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഇലോയ് ചിറമൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ എക്ടൻ പെലിശ്ശേരി തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ബിനോയ് ആലപ്പാട്ട്, ഫാദർ ബൈജു കാഞ്ഞിരത്തിങ്കൽ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് 4:30 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഭക്തിസാന്ദ്രമായ തിരുനാൾ പ്രദക്ഷിണം, ഫാൻസി വെടിക്കെട്ട്, ബാൻഡ് മേളം എന്നിവയും ഉണ്ടായിരുന്നു. തിരുനാൾ ചടങ്ങുകൾക്ക് കൈക്കാരന്മാരായ അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണൂക്കാടൻ, ജേക്കബ് പാലമറ്റം, ബിജോയ് കുര്യൻ, ജീൻസ് തെക്കേക്കുടിയിൽ, തിരുനാൾ കമ്മിറ്റി കൺവീനർ ജോസഫ് ജോർജ് വെള്ളിയാംകുളം, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ദൈവം തന്നെ ദൈവപുത്രനായിട്ട് അവതരിച്ച് നമുക്ക് വേണ്ടി രക്ഷ നേടി തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാണ്. നമ്മളിപ്പോൾ തിരുനാളുകൾ ആഘോഷിക്കുമ്പോൾ തിരുനാളുകൾ നമ്മുടെ പ്രത്യേകം നമ്മുടെ വിശുദ്ധരെയാണ് കൊണ്ടുവരാൻ. വിശുദ്ധരുടെ ജീവിതം ഇതുപോലെ ഒരു റീമാസ്റ്ററിംഗ് ജീവിതമാണ്. പറഞ്ഞാൽ ഈശോയുടെ അതേ ജീവിതം, അല്ലെങ്കിൽ ഈശോയുടെ ജീവിതം സാധിക്കുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ വിശുദ്ധരുടെ ജീവിതത്തിൽ അവർ പകർത്തി ഓരോ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ വിശുദ്ധ സെബാസ്ത്യാനോസിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോയുടെ ഒരു നേർപ്പകർപ്പ് അല്ലെങ്കിൽ ഒരു റീമാസ്റ്ററിംഗ് ആണ് വേണമെങ്കിൽ
പോപ്പുലേഷൻ ചക്രവർത്തി ക്രിസ്ത്യാനികളെ പീഡിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കണ്ട് അതൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം നമുക്കറിയാം വിശുദ്ധ സെബസ്ത്യാനോസ് ആ പോസ്റ്റ് വേണ്ടെന്ന് വെച്ച് ക്രിസ്ത്യാനികളുടെ ശുശ്രൂഷയ്ക്കായിട്ട് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നിൽക്കാനും അതിന്റെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മരണമടയുകയാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. നമ്മൾ എന്തിനാണ് തിരുനാളുകൾ നമ്മൾ ആഘോഷിക്കുന്നത്? തിരുനാളുകൾ നമ്മൾ എന്തിനാണ് ആഘോഷിക്കുന്നത്? നമ്മൾ തിരുനാളുകൾ എന്തിനാണ് നമ്മൾ കൊണ്ടാടുന്നത് എല്ലാ വർഷവും? നമുക്കറിയാം ഇപ്പൊ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളാണ് നമ്മൾ കൊണ്ടാടുന്നത്. അപ്പൊ നമ്മൾ തിരുനാളുകൾ കൊണ്ടാടുമ്പോൾ ആ വിശുദ്ധരുടെ ഒരു ജീവിത മാതൃക നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിരുനാളുകളൊക്കെ ആഘോഷിക്കുക അല്ലെ? തിരുനാളുകളൊക്കെ നമ്മൾ ആഘോഷിക്കുക നമ്മുടെ ജീവിതത്തിലേക്ക് ആ വിശുദ്ധന്റെ ജീവിതം മനസ്സിലാക്കി ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ തിരുനാളുകൾ ആഘോഷിക്കുക. താണിക്കുടത്ത് ആരംഭിക്കുന്ന ഷാഡോ യൂണിസെക്സ് ഫിറ്റ്നസ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യ അഡ്മിഷൻ മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് നൽകിക്കൊണ്ട് നടത്തിയ ചടങ്ങിൽ മുസ്താഖ് മൂസ മുഖ്യാതിഥിയായിരുന്നു. അന്താരാഷ്ട്ര നിലവാരത്തിൽ നടത്തുന്ന ഫിറ്റ്നസ് സെന്ററിൽ സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാർഷിക വരിക്കാർക്ക് പ്രത്യേക പാക്കേജ് ലഭ്യമാണ്. ഷാഡോസ് ഫിറ്റ്നസ് സെന്ററിനകത്ത് നമ്മളെല്ലാവരും പോയതാണ്. ഈ നാട്ടിന് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഫിറ്റ്നസ് സെന്റർ നമ്മുടെ ഈ 3 കൂട്ടുകാരും വളരെ മനോഹരമായിട്ട് ഈ നാടിന് സമർപ്പിച്ചു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം. മിസ്റ്റർ വേൾഡ് യൂണിവേഴ്സൽ റണ്ണറപ്പും 7 ടൈംസ് ടൈറ്റിൽ വിന്നറുമായിട്ടുള്ള മുസാദിഖ് മൂസ. പൊന്നൂക്കര മൈമ്പിള്ളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഞായറാഴ്ച രാവിലെ ക്ഷേത്രം ഊട്ടുപുരയിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് ലിയോ ഗ്രൂപ്പ് പ്രസിഡന്റ് സിദ്ധാർത്ഥ് റാം ഉദ്ഘാടനം ചെയ്തു. യുവജനങ്ങളിലും സ്ത്രീകളിലും ഉൾപ്പെടെ കണ്ടുവരുന്ന വൃക്ക, കരൾ രോഗങ്ങൾ മുൻകൂട്ടി കണ്ടെത്തുന്നതിനും വരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ആവശ്യമായ ചികിത്സ ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കൂടാതെ കണ്ണ് പരിശോധനയും ഉണ്ടായിരുന്നു.
വന്ദന ലാബ്, ആസ്റ്റർ മിംസ് ആശുപത്രി, പോർഫ ചാരിറ്റബിൾ ട്രസ്റ്റ്, ലൈഫ് കെയർ ലാബ്, ട്രിനിറ്റി ആശുപത്രി തുടങ്ങിയവരുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത്. ക്ഷേത്രം പ്രസിഡന്റ് കെ സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം സെക്രട്ടറി സുരേന്ദ്രൻ പണിക്കാട്ടിൽ, ട്രഷറർ സേതുമാധവൻ കുന്നമ്പത്ത്, രഘുനാഥ്, സുരേഷ് വെങ്കിടങ്ങ്, ക്ഷേത്രം രക്ഷാധികാരികളായ സന്തോഷ് കോമ്പൻ, രാമകൃഷ്ണൻ എടാട്ട് എന്നിവർ സംസാരിച്ചു. 400-ൽ പരം ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു. ഇവിടെ ബ്ലൂ സോൺ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. ബ്ലൂ സോൺ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ചില ചെറിയ സ്ഥലങ്ങളുണ്ട്. അവിടെ ആൾക്കാർ 90 വർഷം 100 വർഷത്തിന് കൂടുതൽ കണ്ടമാനം ജീവിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഇവര് പോയി ടെസ്റ്റ് ചെയ്തു ഈ ബ്ലൂ സോൺ എന്താണ് ഇവിടെ ഇത്ര ആൾക്കാർ സുഖമായിട്ട് ജീവിക്കണം. ഇതിന് വല്ല കാരണമുണ്ട്. വലിയ പൈസയുള്ള സ്ഥലമല്ല, അങ്ങനെ ഭയങ്കര സുരക്ഷയൊന്നുമല്ല. അപ്പൊ എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പോ ടെസ്റ്റിംഗ് വളരെ നല്ലതാണ്, സുഖേട് അറിയണത് നല്ലതാണ്, അതിനനുസരിച്ച് മരുന്ന് കഴിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഈ ബ്ലൂ സോൺ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ഒരു മിനിറ്റ് ആയിത്തോട്ടെ അനുസരിച്ച്. അവിടെ വയസ്സായ ആൾക്കാർ ഒന്ന് കാലത്ത് എണീറ്റാൽ അവിടെയുള്ള അവരുടെ കൂട്ടുകാരായിട്ട് പോയി കുറേ ഇരുന്ന് സംസാരിക്കണം. ഒരു പാർക്കിൽ പോയിരുന്ന് കുറേ ഇരുന്ന് സംസാരിച്ചാൽ ഒന്ന്. രണ്ട്, അവർക്ക് എല്ലാവർക്കും ചെറിയൊരു ഹോബി ഉണ്ടാവും. കാലത്ത് പോയാൽ ഒന്ന് പാടത്തോ അവിടെ വീട്ടിൻ്റെ തോട്ടത്തിൽ പോയി ഒന്ന് തോന്നി കുറച്ച് പച്ചക്കറി കിട്ടും, അങ്ങനെ ചെയ്യും. ചിലവർ ഇതെടുത്ത് അവിടെ ചെറിയൊരു കടയിട്ട് വരുന്നവരടുത്തേക്ക് സംസാരിച്ചാൽ വലിയ ലാഭത്തിന് വേണ്ടിയല്ല, ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, ഫാമിലി ആയിട്ടുള്ള അസോസിയേഷൻ, നാച്ചുറൽ ഫുഡ് അവർ വീട്ടിൽ ചെറുതായിട്ട് എന്തെങ്കിലും വളർത്തുക, വെയിൽ കൊണ്ടുക, അത്യാവശ്യം സന്തോഷമായിരിക്കുക. ഇതൊക്കെയാണ് ബ്ലൂ സോണിൽ 90 വയസ്സിന് കൂടുതൽ സുഖേടില്ലാണ്ട് സുഖമായിട്ട് ജീവിക്കുന്നത്. നമ്മുടെ നാട്ടിൻ പുറത്ത് പൊന്നൂക്കരമായിട്ടുള്ള സ്ഥലത്ത് എല്ലാവരും ഇങ്ങനെ ജീവിച്ചിരുന്നതാണ് ഒരു കാലത്ത് അല്ലേ? നമ്മളിപ്പോൾ എല്ലാവരും മൊബൈലും TV-യും കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംസാരം കുറഞ്ഞ് അത് കാരണം കുറേ ഡിസീസസ് നമുക്ക് വരുന്നുണ്ട്. സോ ടെസ്റ്റിംഗ് ഈസ് ഗുഡ്. ഐ അപ്രീഷിയേറ്റ് Aster MIMS and the volunteers, Trinity and all who are related. ഇത് ചെയ്യുന്നതിൽ വളരെ നല്ല കാര്യമാണ്. പക്ഷെ അതിൻ്റെ ഒപ്പം ഈ വന്ന അമ്മമാരും കുട്ടികളും എല്ലാവരും ശ്രദ്ധിക്കുക. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു ബ്ലൂ സോൺ ആവണം, അല്ലാണ്ട് നമ്മൾ വരുന്നതെന്ന് ജീവിക്കണമല്ല നമ്മുടെ ഉദ്ദേശം. സന്തോഷമായി ഹെൽത്തിയായി ജീവിക്കണമാണ് നമ്മുടെ ഉദ്ദേശം. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ്. വർഷത്തിൽ 5 ചലാനുകൾ ലഭിച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കും. മോട്ടോർ വാഹന നിയമങ്ങൾ കർശനമാക്കുന്നു. ഒരു വർഷത്തിൽ തുടർച്ചയായി 5 നിയമലംഘനങ്ങൾ നടത്തിയാൽ വാഹന ഉടമയുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കും. ആവർത്തിച്ച് നിയമം ലംഘിക്കുന്ന വാഹനങ്ങളെ കരിമ്പട്ടികയിൽപ്പെടുത്താനും കോടതിയുടെ അനുമതിയോടെ കസ്റ്റഡിയിലെടുക്കാനും മോട്ടോർ വാഹന വകുപ്പിന് കഴിയും. പുതിയ നിയമം 2026 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് LDF ഭരണസമിതി നടത്തിവരുന്ന തെറ്റായ നയങ്ങൾക്കെതിരെ സാധാരണ ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തുന്നതിനു വേണ്ടി മാടക്കത്തറ പഞ്ചായത്ത് BJP താണിക്കുടം ഏരിയ കമ്മിറ്റി ജനകീയ വിചാരണ എന്ന സായാഹ്ന ധർണ നടത്തി. ധർണയിൽ ഏരിയ പ്രസിഡന്റ് രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ സെൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ഗുരുവായൂരപ്പൻ ഉദ്ഘാടനം ചെയ്തു, പ്രസംഗിക്കുകയും ചെയ്തു. BJP പീച്ചി മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് NH, BJP മണ്ഡലം വൈസ് പ്രസിഡന്റ് ദിലീപ്, BJP ജില്ലാ സെൽ കൺവീനർ പ്രനീഷ്, വാർഡ് മെമ്പർ ജിത് ചിറക്കേക്കോട്, ഷീജ ഏലപ്പറമ്പിൽ, ജയറാം TT, ശശി എന്നിവർ പങ്കെടുത്തു. താണിക്കുടം 7ാം ബൂത്ത് പ്രസിഡന്റ് ബിനോയ് നന്ദനൻ നന്ദി പറഞ്ഞു. പണം സ്വരൂപിക്കുന്ന, പണം സമ്പാദിക്കുന്ന ഒരു രീതി ഈ കേരളത്തിലെമ്പാടുമുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല. നമുക്കെല്ലാവർക്കും അറിയാം, അങ്ങനെയുള്ള ബിരുദന്മാർ, ലോക്കൽ സെക്രട്ടറിമാർ, ബ്രാഞ്ച് സെക്രട്ടറിമാർ, അങ്ങനെയുള്ള ബിരുദന്മാർ കൊടുത്തിട്ടുണ്ടെന്നും മെമ്പർമാരുടെ ബന്ധുക്കൾ, MLA-യുടെ ബന്ധുക്കൾ, MLA-യുടെ ഡ്രൈവറുടെ ബന്ധുക്കൾ, MLA-യുടെ ഡ്രൈവറുടെ ചെരുപ്പ് കാണുന്നവർ, MLA-യുടെ ആളുകൾ, അത്തരത്തിൽ പാർട്ടിയുമായി വളരെ അടുത്ത് നിൽക്കുന്ന, അധികാരവുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരുപാട് പേർ ഈ രാജ്യം ഇപ്പോഴും വികസ്വര രാജ്യമായി തുടരുന്നു എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ, ഭാരതം ഒരു വികസ്വര രാജ്യമായി തുടരുന്നു. നാം മനസ്സിലാക്കിയിട്ടുണ്ട്. വികസിത രാജ്യമായി പരിവർത്തനം ചെയ്യുകയാണ് ഒരു രാജ്യത്തിന്റെ. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ
പച്ചയായി വിഡ്ഢികളാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോയി. ആ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി താണിക്കുളത്തെ ചെറുകളിൽ ധർമ്മ സംഘടിപ്പിക്കാനുണ്ടായ സാധ്യത. നമുക്കറിയാം, ഇത്തരത്തിലുള്ള സാഹചര്യമായി ഐക്യത്തിന്റെ നേതാക്കന്മാരും ജനപ്രതിനിധികളും സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ആ കാലാവസ്ഥയെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം. നരേന്ദ്രമോദി സർക്കാർ ആദ്യമായി അധികാരത്തിൽ വരുമ്പോൾ, അധികാരം കൈയടക്കിയതിനു ശേഷം അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതേ തൊഴിലുറപ്പ് ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതി നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതി നരേന്ദ്രമോദി സർക്കാർ അവസാനിപ്പിക്കാൻ പോകുക എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പ്രചരണം നടത്തിയിട്ടുള്ള പാർട്ടിയാണ്. അന്ന് ഏകദേശം 200 രൂപയുടെ അടുത്തേക്കായിരുന്നു നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തൊഴിലുറപ്പിന്റെ കൂടി. ഇവർ പറഞ്ഞു പരത്തിയ ആ സാഹചര്യത്തിൽ നിന്ന് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇവർക്ക് പറയാനുള്ളത് ഈ പഞ്ചായത്ത് ജനപ്രതിനിധികളെയും MLA-മാരെയും ഒക്കെ അടക്കിക്കൊണ്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട തൊഴിലാളികളുടെ അടുത്ത് ചെന്ന് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അടുത്ത് ചെന്നുകൊണ്ട് അവരെ വിഡ്ഢികളാക്കുന്നു. കാരണം ഈ തൊഴിലുറപ്പിൽ നടക്കുന്ന നമ്മുടെ സഹോദരിമാരും അമ്മമാരും അവർ ഭൂരിപക്ഷം പേരും ഈ മാടക്കത്ര പഞ്ചായത്തിൽ തന്നെ ഒരു വാർഡിൽ തന്നെ ഏകദേശം 100 പരം തൊഴിലുറപ്പ് തൊഴിലാളികളുണ്ട്. അങ്ങനെ വരുമ്പോൾ 100 കുടുംബങ്ങൾ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ. ആ കുടുംബങ്ങളിലെ അമ്മമാരോട് ചെന്ന് പറയുന്നത് നിങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടാൻ പോകുകയാണെന്നാണ്. ഈ 10 കൊല്ലങ്ങൾക്ക് ശേഷം നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ 300ഓളം പദ്ധതികളിൽ ഏതെങ്കിലും ഒരു പദ്ധതി ഇവിടെ നിർത്തലാക്കിയിട്ടുണ്ടോ എന്നൊരു പരിശോധന നടത്താൻ ഇവിടുത്തെ ജനങ്ങൾ തയ്യാറാണ്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ഓരോ പദ്ധതികളും ഇന്ന് കൃത്യമായി എനിക്ക് മുന്നിൽ സൂചിപ്പിച്ചു, അദ്ദേഹം ഗുരുവായൂരൊക്കെ സൂചിപ്പിച്ചു. ബാങ്ക് അക്കൗണ്ട് വഴി കൃത്യമായി കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളിൽ നിന്നും കൃത്യമായി അവർക്ക് കിട്ടുന്ന വേതനം, അവർക്ക് കിട്ടുന്ന ആനുകൂല്യം കൃത്യമായി ഓരോ സാധാരണക്കാരുടെ ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അതേ സർക്കാർ, ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ, അവർ ഈ നാട്ടിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ഏതെല്ലാം പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്, ആ നടപ്പിലാക്കിയ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്ന് പരിശോധിക്കണം. ഒരിടവേള. 3000 സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകളിലേക്ക്. കക്കാടിന്റെ കവിതകൾ സജീവതയുടെയും സർഗാത്മകതയുടെയും വെളിച്ചം പരത്തുന്ന ലോകോത്തര സൃഷ്ടികളാണെന്ന് എഴുത്തുകാരനും എഴുത്തച്ഛൻ പുരസ്കാര ജേതാവുമായ ഡോക്ടർ SK വസന്തൻ അഭിപ്രായപ്പെട്ടു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ സംഘടിപ്പിച്ച കവിയും കാലവും NN കാക്കനാട് സംവാദ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എഴുത്തുകാരിയും സാഹിതി സാംസ്കാരിക കേന്ദ്രം ചെയർപേഴ്സണുമായ ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ അധ്യക്ഷയായിരുന്നു. പരിപാടിയിൽ എഴുത്തുകാരായ K രഘുനാഥൻ, K ഉണ്ണികൃഷ്ണൻ, ഉഷ K വാര്യർ, അനുജ എന്നിവർ പ്രസംഗിച്ചു. KV പരമേശ്വരൻ, ചന്ദ്രമോഹൻ കുമ്പളങ്ങാട്, R ശരത് കുമാർ, അനിൽകുമാർ കോലഴി, സൂരജ് എന്നിവർ കക്കാടിന്റെ കവിതകൾ അവതരിപ്പിച്ചു.
നീ എന്നീയത്തു തന്നെ നീക്കൂ ഇപ്പോഴൊരു. ഇനി ഒരു കൗതുക വാർത്തയാണ്. തൃശൂർ നടത്തറ സ്വദേശി രാജേഷ് രാഘവ് നമ്പർ പ്ലേറ്റിൽ തൃശൂർ എന്നെഴുതി വെച്ച ഒരു മിത്സുബിഷി കാർ കാനഡയിലെ വിക്ടോറിയ പ്രൊവിൻസിൽ ഇപ്പോൾ പറക്കുകയാണ്. സാംസ്കാരിക തൃശൂർ അങ്ങനെ ലോകത്തെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. തൃശൂർ നടത്തറ സ്വദേശി രാജേഷ് രാഘവാണ് ഈ കാറിൻ്റെ ഉടമ. രാജേഷ് രാഘവ് ഒരു മാധ്യമ പ്രവർത്തകനാണ്, നല്ലൊരു ന്യൂസ് ഫോട്ടോഗ്രാഫറാണ്, വീഡിയോഗ്രാഫറാണ്. നേരത്തെ മനോരമ ന്യൂസിലായിരുന്നു, ഇപ്പോൾ കാനഡയിലാണ്. തൃശൂർ നടത്തറ സ്വദേശിയായ രാജേഷ് 3 വർഷങ്ങൾക്ക് മുൻപാണ് കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ പ്രൊവിൻസിലേക്ക് കുടിയേറിയത്. എങ്കിലും ജന്മനാടിനെ മറക്കാത്ത ശുദ്ധ മലയാളിയാണ് രാജേഷ്. അതുകൊണ്ട് തന്നെ എവിടെ പോയാലും രാജേഷ് രാഘവ് തൃശൂരിനെയും കൂടെ കൂട്ടും. കാനഡയിലും അങ്ങനെ തന്നെ. കാനഡയിലെ രാജേഷിൻ്റെ കാറിൻ്റെ ലൈസൻസ് പ്ലേറ്റിലും തൃശൂർ എന്ന് തന്നെ. ഇങ്ങനെ സ്വന്തം നാടിൻ്റെ പേരിൽ ലൈസൻസ് പ്ലേറ്റ് ലഭ്യമാക്കുക അത്ര എളുപ്പമല്ല. ഇഷ്ടമുള്ള നമ്പറോ പേരോ വാക്കുകളോ കാനഡയിൽ നാം സ്വന്തമാക്കുന്ന വാഹനങ്ങളുടെ പ്ലേറ്റ് നമ്പറായി എടുക്കാൻ കാനഡയിൽ സംവിധാനമുണ്ട്. 6 അക്ഷരങ്ങൾ അല്ലെങ്കിൽ നമ്പറുകൾ, അതുമല്ലെങ്കിൽ രണ്ടും ചേർന്ന കോമ്പിനേഷനാണ് ബ്രിട്ടീഷ് കൊളംബിയ പ്രൊവിൻസ് ലൈസൻസ് പ്ലേറ്റിൽ അനുവദിക്കുക. താൽപ്പര്യമുള്ള ഇത്തരം കോമ്പിനേഷനുകൾ ലിസ്റ്റ് ചെയ്ത് അവയുടെ വിശദീകരണമടക്കം വേണം പ്രൊവിൻസിലെ ലൈസൻസിംഗ് അതോറിറ്റിക്ക് അപേക്ഷ കൊടുക്കാൻ. നാം ആവശ്യപ്പെടുന്ന ലൈസൻസ് പ്ലേറ്റോ അതിന് സമാനമായ മറ്റൊരു പേരോ പ്രവിശ്യയിൽ മറ്റാർക്കും ഉണ്ടാകാൻ പാടില്ലെന്നും വ്യവസ്ഥയുണ്ട്. അങ്ങനെ നാം ആവശ്യപ്പെട്ടിരിക്കുന്ന പേരുകളോ നമ്പറുകളോ മറ്റാർക്കും ഇല്ലാത്ത പക്ഷം നമ്മുടെ അപേക്ഷ പരിഗണിക്കുകയും ലൈസൻസ് പ്ലേറ്റ് അനുവദിക്കുകയും ചെയ്യും. അങ്ങനെ രാജേഷ് അപേക്ഷയിൽ കൊടുത്തത് തൃശൂർ, പാലക്കാട്, കേരള എന്നിങ്ങനെ 3 പേരുകളാണ്. അതിൽ ആദ്യത്തെ ഓപ്ഷൻ തൃശൂർ തന്നെ രാജേഷിന് അനുവദിച്ചു കിട്ടുകയായിരുന്നു. എന്തുകൊണ്ട് തൃശൂർ എന്ന ചോദ്യം കനേഡിയൻ അധികൃതർ ചോദിച്ചുകൊണ്ടേയിരുന്നു. അതിനൊക്കെയുള്ള രാജേഷിൻ്റെ ഒറ്റ മറുപടി അതെൻ്റെ ജന്മനാടാണെന്ന് തന്നെയാണ്. രാജേഷ് തൃശ്ശൂരിൻ്റെ പാരമ്പര്യവും സംസ്കാരവും തൃശ്ശൂർ പൂരപ്പെരുമയും മഹത്വവുമൊക്കെ വിശദീകരിച്ചിരുന്നു. അവസാനം കനേഡിയൻ മോട്ടോർ വകുപ്പ് രാജേഷിൻ്റെ തന്നെ മിറ്റ്സുബിഷി ഔട്ട്ലാൻഡറിന് മാമോദിസ അനുവദിച്ചു. അവർ രാജേഷിൻ്റെ മിറ്റ്സുബിഷി ഔട്ട്ലാൻഡറിന് തൃശ്ശൂർ എന്ന് പേര് വിളിച്ചു. അങ്ങനെയാണ് കാനഡയിൽ തൃശ്ശൂർ പിറന്നത്. ഇനി അവൻ കാനഡയിൽ കുതിച്ചു പറക്കും. അങ്ങനെ തൃശ്ശൂരും ലോകത്തിൻ്റെ നെറുകയിൽ തല ഉയർത്തി നിൽക്കും. തൃശ്ശൂരിനെ ലോകത്തിൻ്റെ നെറ്റിപ്പട്ടമാക്കിയ രാജേഷ് രാഘവിന് അഭിമാനിക്കാം. തൃശ്ശൂരും തൃശ്ശൂർക്കാരും വീട്ടുകാരും തൃശ്ശൂർ സൗഹൃദങ്ങളും അത്രയേറെ പ്രിയപ്പെട്ട രാജേഷ് ആ ആഹ്ലാദത്തിലാണ്. ആൻഡ് ദസ് തൃശ്ശൂർ വിൽ ക്രൂയിസ് ദ റോഡ്സ് ഓഫ് വിക്ടോറിയ എന്ന് രാജേഷ് വികാരാതീതനായി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിട്ടുണ്ട്. രാജേഷിൻ്റെ മിറ്റ്സുബിഷി ഔട്ട്ലാൻഡർ പ്ലഗ് ഇൻ ഹൈബ്രിഡ് USUV ഇനി തൃശ്ശൂർ എന്ന നമ്പർ പ്ലേറ്റോടെ വിക്ടോറിയയിൽ കുതിച്ചുകൊണ്ടേയിരിക്കും. പട്ടിക്കാട് ഫൊറോന പള്ളിയിൽ തിരുനാൾ ആഘോഷിച്ചു. പട്ടിക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയസ് ഫൊറോന പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവറിൻ്റെയും വിശുദ്ധ സെബാസ്ത്യാനോസിൻ്റെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി ശനിയാഴ്ച വൈകിട്ട് രൂപം എഴുന്നള്ളിപ്പും വൈകിട്ട് 8 മണി മുതൽ 10 മണി വരെ അമ്പ് പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാനയും വൈകിട്ട് 5 മണിക്ക് തിരുനാൾ പ്രദക്ഷിണവും വൈകിട്ട് 7:30 തിരുമുറ്റമേളവും ഉണ്ടായിരിക്കും. ചടങ്ങുകൾക്ക് വികാരി ഫാദർ തോമസ് വടക്കോട്ട്, കൈക്കാരന്മാർ, തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KSRTCയുടെ പ്രീമിയം AC സൂപ്പർഫാസ്റ്റ് ബസ് സർവീസുകൾ മന്ത്രി കെ രാജൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ 7,40,00,000 രൂപ വിനിയോഗിച്ച് ആരംഭിക്കുന്ന 33 kV സബ്സ്റ്റേഷന് 20 സെന്റ് ഭൂമി KSEBക്ക് കൈമാറി. വിവിധ കലാലയങ്ങളിലെ വിദ്യാർത്ഥികൾ സമാഹരിച്ച പുസ്തകങ്ങൾ ശേഖരിക്കുന്നു. പുസ്തകവണ്ടിയുടെ ഫ്ളാഗ് ഓഫ് മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ നിർവഹിച്ചു. വെട്ടുകാട് സെന്റ് ജോസഫ് പള്ളിയിലെ തിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.